Hello, people, welcome back to yet another episode of my YouTube channel. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ബർത്ത്ഡേ വ്ളോഗാണ്. 19th ബർത്ത്ഡേ വ്ളോഗ്. എനിക്ക് ആക്ച്വലി ഈ ഒരു ബർത്ത്ഡേ വ്ളോഗ് എങ്ങനെയൊക്കെ എന്തെങ്കിലും പറയണം എന്നുള്ളത് എനിക്കറിയില്ല. ബട്ട് ഐ വാസ് സോ ഹാപ്പി. ഇതൊരു മെമ്മറി ആയിട്ട് ടേൺ ഔട്ട് ചെയ്യട്ടെ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. 2024 ഭയങ്കര റോളർ കോസ്റ്റർ ഒരു ഇയർ ആയിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഡിസംബർ എല്ലാ വർഷവും ഡിസംബർ 21 എൻ്റെ ബർത്ത്ഡേ ടേൺ ഔട്ട് ചെയ്യുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ആ ഒരു ഇയർ എനിക്ക് എങ്ങനെയായിരുന്നു ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ കൊല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റോളർ കോസ്റ്റർ ആയിട്ടുള്ള ഒരു ഇയർ ആയിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ എന്താ അത് പറയണമെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഭയങ്കര റോളർ കോസ്റ്റർ ആയിട്ടുള്ള ഒരു ഇയർ ആയിരുന്നു 2024. ബട്ട് ഇതിനെല്ലാത്തിനും അപ്പുറത്തേക്ക് നമുക്ക് ആ ഒരു മൊമെൻറ്റ് എൻജോയ് ചെയ്യാം. വാട്ട് എവർ ഇറ്റ് ഈസ്, ഗുഡ് ഓർ ബാഡ്, അത് എക്സ്പീരിയൻസ് ചെയ്യുക. പ്രസൻറ്റ് മൊമെൻറ്റിൽ ലൈഫ് മുമ്പോട്ടേക്ക് കൊണ്ടുപോവുക. ഇതൊക്കെയാണല്ലോ ഈച്ച് ആൻഡ് എവറി ബർത്ത്ഡേ നമ്മളെ റിമൈൻഡ് ചെയ്യിക്കുന്നത്. ഞാനിങ്ങനെ ആടുന്നുണ്ട് കേട്ടോ എൻ്റെ കാല് വെച്ചിട്ട്. അതാണ് നിങ്ങൾക്ക് ഈ ഫോൺ ഇങ്ങനെ ബാക്കിലും മുമ്പിലേക്കും പോകുന്നതായിട്ട് തോന്നുന്നത്. പിന്നെ അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഇതിന് മുമ്പൊക്കെ നടന്നിട്ടുണ്ട്. ഒക്കെ നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് കണ്ടിട്ട് ഗൈസ്. ഇന്ന് 19 ഡിസംബറാണ്. എനിക്ക് ആക്ച്വലി ഇന്നലെ രാവിലെ ഒരു 10-10 ആ സമയത്ത് ഒരു കൊറിയർ ബോക്സിൽ നിന്നൊരു കോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എനിക്കൊരു കോളായിരുന്നു കേട്ടോ. ഒരു കൊറിയർ ചേട്ടൻ എന്നെ വിളിച്ചിട്ടുണ്ടായി. അപ്പോൾ ഇന്നലെ ആ ചേട്ടൻ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, പാർവതി അല്ലേ, ഈ അഡ്രസ്സിൽ തന്നെ കൊടുത്താൽ മതിയോ, അച്ഛൻ്റെ അടുത്ത് ഏൽപ്പിച്ചാൽ മതിയോ, ഒരു കൊറിയർ ഉണ്ട്, പെയ്ഡാണ് എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ അതിന് ബിഹൈൻഡ് ദ സ്റ്റോറി പറയാനാണെങ്കിൽ, ഞാൻ വിചാരിച്ചൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, പണ്ട് ഒരു കഴിഞ്ഞ വർഷം ആച്ചയ്ക്കും അച്ചുവിനും ഫസ്റ്റ് സാലറി കിട്ടിയ സമയത്ത് അവന്മാർ എനിക്കൊരു കസ്റ്റമൈസ്ഡ് കൊറിയർ അയച്ചിട്ടുണ്ടായിരുന്നു, ഒരു ജ്വല്ലറി ബോക്സ്. അപ്പം ഞാൻ വിചാരിച്ചു ബർത്ത്ഡേ അല്ലേ, മറ്റന്നാൾ എൻ്റെ 21 എൻ്റെ ബർത്ത്ഡേ ആണ്, 19th ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇനി അതിൻ്റെ വല്ല ഗിഫ്റ്റും അവർ അങ്ങനെ അയക്കുന്ന ശീലമുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ വല്ല അയച്ചതായിരിക്കാം, അച്ചു വല്ല. കാര്യം എനിക്ക് ഞാൻ അത്രയും ഓർക്കണില്ല, എൻ്റെ മെമ്മറി അതിലേക്ക് തിരികെയെന്നുള്ളൂ, വേറെ ഒന്നിലേക്കും ഡൈവേർട്ടായി പോകണില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ അങ്ങനെ ചിന്തിച്ചു. പക്ഷേ അതിന് മുമ്പായിട്ട് ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതായത് 1 വീക്ക് ബിഫോർ, ഒരു 1 വീക്ക് എന്നും പറയപ്പില്ല, ഒരു 3 ഡേയ്സ് ബിഫോർ എൻ്റെ കയ്യിൽ നിന്ന് ശ്രദ്ധ അഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അഡ്രസ്സ് മീൻസ് ഇവിടുത്തെ പിൻകോഡും പോസ്റ്റ് ഓഫീസും പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിൻകോഡും പോസ്റ്റ് ഓഫീസും അഡ്രസ്സും എല്ലാം അയച്ചു കൊടുത്തു. അപ്പോൾ ശ്രദ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചൈൽഡ്ഹുഡ് ബെസ്റ്റ് ഫ്രണ്ടാണ്. ഞങ്ങൾ രണ്ടുപേരും സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഈ 18 കൊല്ലത്തെയും ബർത്ത്ഡേ ഞങ്ങൾ ഒന്നിച്ച് തന്നെ ആഘോഷിച്ചിട്ടുള്ളത്. ഞങ്ങൾ ഇന്നേ വരെ ഞങ്ങളുടെ രണ്ടുപേരുടെയും ബർത്ത്ഡേക്ക് ഇങ്ങനെ അകന്ന് ലോങ് ഡിസ്റ്റൻസിൽ നിന്നിട്ടില്ല. അപ്പോൾ ഇത് ആക്ച്വലി ഫസ്റ്റ് ടൈമാണ്. അതേപോലെ തന്നെ ഈ ഒരു ബർത്ത്ഡേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുറേ റോളർ കോസ്റ്ററിലൂടെ ഞങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ബർത്ത്ഡേസാണ്. സോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ വലിയ ആഘോഷം അങ്ങനെയുള്ള രീതിയിലൊന്നും എടുത്തിട്ടില്ല. പക്ഷെ എന്താ പറയുക, നമുക്ക് ഇത്രയും ഒരു ലോങ് ഡിസ്റ്റൻസ്, കാര്യം അവൾ ബാംഗ്ലൂരും ഞാനിവിടെ നാട്ടിലും ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ തമ്മിൽ കാണുന്നില്ലല്ലോ. ഞങ്ങൾ ആക്ച്വലി ലാസ്റ്റ് ടൈം കണ്ടത് എനിക്ക് തോന്നുന്നു ജൂലൈ ഓർ ഓഗസ്റ്റ് ആ സമയത്ത് എപ്പോഴും ആണ്, എനിക്ക് ഓർമ്മയില്ല കൃത്യമായിട്ട്, ആ ഒരു സമയം എപ്പോഴും ആണ്. പിന്നെ അതിന് ശേഷം ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റ് ചെയ്തിട്ടില്ല, ഫുൾ ത്രൂ കോൾസ് ആണ്. അപ്പോൾ അതിനിടയ്ക്ക് ഞങ്ങൾക്ക് ലൈഫിൽ കുറേ ഇഷ്യൂസ് ഉണ്ടായതിനു ശേഷം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ നിൽക്കുന്ന ഒരു സ്റ്റക്ക് മൊമെൻറ്റ്സിലായിരുന്നു. പക്ഷെ അങ്ങനെ ഇരിക്കുക അവളുടെ ബർത്ത്ഡേ വന്നപ്പോൾ ഞാൻ ഇതുപോലൊരു കൊറിയർ അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നുണ്ടായ ഒരു പ്ലാനായിരുന്നു, സഡൻ പ്ലാനായിരുന്നു, നോട്ട് പ്രിപ്പയർഡ് ആക്ച്വലി. പക്ഷേ ഇത് ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇത് ആക്ച്വലി ഒരു കൊറിയറായിരുന്നു. ഇതായിരുന്നു കേട്ടോ സംഭവം. ഇത് ഇരിക്കുന്നതിൻ്റെ ഫോട്ടോസൊക്കെ ഞാനിവിടെ കൊടുക്കാം. ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നേ വരെ പൈസ നോക്കി ഒരു സാധനവും വാങ്ങിയിട്ടില്ല, അങ്ങോട്ടും വാങ്ങിക്കൊടുത്തില്ല, ഇങ്ങോട്ടും വാങ്ങി തന്നിട്ടില്ല. അത് എന്ത് പ്രത്യേക തരത്തിലുള്ള പ്രത്യേകത എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല.
ഇതുവരെ ഉണ്ടായിരുന്ന ബർത്ത്ഡേസ് എല്ലാം തന്നെ എനിക്കോ അവക്കോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആർക്കെങ്കിലും പറ്റാത്ത ദിവസമാണെങ്കിൽ പോലും ഞങ്ങൾ ആ ഒരു മന്ത് തന്നെ അതിന് വേണ്ടി ഞങ്ങളൊരു സ്ലോട്ട് ഇടും. കാര്യം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആ സമയത്ത് മീറ്റ് ചെയ്യണം, ഞങ്ങളുടെ കയ്യിലുള്ള ഗിഫ്റ്റ് കൈമാറണം. അങ്ങനെ പണ്ടായിരുന്നെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ട് ഡേ, അതേപോലെ ക്രിസ്മസ് ഡേ, ക്രിസ്മസ് ഗിഫ്റ്റ്, അങ്ങനെ ഇഷ്ടംപോലെ ചറവറ ഗിഫ്റ്റ് ഞങ്ങൾ വാങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പം അതൊക്കെ ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരു ഭയങ്കര മെമ്മറിയാണ്. ഭയങ്കര മെമ്മറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള പല കുട്ടികൾക്കും അതൊന്നും എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം ഞങ്ങളുടെയൊക്കെ സമയത്ത് എന്ന് പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര എൻജോയബിൾ ആയിട്ടുള്ള സമയമാണ്. കാര്യം അന്ന് ഈ പറയുന്ന ഫോണോ ഇൻസ്റ്റഗ്രാമോ അല്ലെങ്കിൽ യൂട്യൂബോ റീൽസോ ഒന്നും ഇത്രയും അധികം എക്സ്പോഷർ കിട്ടിയിട്ടില്ല. ഞങ്ങളുടെ ഒന്നും ആ ഒരു ടൈമിലൊന്നും ഇതൊന്നും ഇല്ല. ആക്ച്വലി ഇൻസ്റ്റഗ്രാം ഒന്നും ആ സമയത്ത് ഉണ്ടായിരുന്നേ ഇല്ല. ഫേസ്ബുക്ക് ആയിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങളാരും ഫേസ്ബുക്കിലൊന്നും അത്ര ആക്റ്റീവ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു സമയത്ത് ഭയങ്കര മെമ്മറീസ് ഉണ്ടാക്കിയിട്ടുള്ളൊരു വ്യക്തിയാണ് കേട്ടോ ഞാൻ. ഞാൻ ഇന്നും അതൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് അത്രയ്ക്ക് മെമ്മറബിൾ ആയിട്ടുള്ള സമയങ്ങളാണ്. സോ അതുപോലെ ഒരു അടിപൊളി മെമ്മറി തന്നൊരു സംഭവമാണ് ഇതും. കാര്യം ഇത് ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ഓൾറെഡി എനിക്ക് അറിയാമല്ലോ, ചെറിയൊരു ഹിൻ്റ് ഉണ്ടായിരുന്നു അവളായിരിക്കാം എന്നുള്ളത്. പക്ഷെ എന്നാലും ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ബിക്കോസ് ഇത്രയും ലൈഫിൽ കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ടായപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ ലോങ് ഡിസ്റ്റൻസ് ആയിട്ടിരിക്കുന്ന ടൈം പോലും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ലല്ലോ. സോ ഇതായിരുന്നു അവൾ അയച്ച ഗിഫ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പടം ഞാൻ അവിടെ സൈഡിൽ കൊടുക്കാതെ ഞാൻ എടുത്തിട്ടുണ്ട് എൻ്റെ നല്ലൊരു പടം. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു ഈ സാധനം എൻ്റെ കൈ കിട്ടിയപ്പോൾ. പിന്നെ അതേപോലെ തന്നെ എൻ്റെ ഒരു പ്രീ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് എനിക്ക് ആച്ച ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. UK നിന്ന് അവൻ കൊടുത്തയച്ചതാണ്. എയർപോഡ്സ് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിലിരിക്കുന്ന എയർപോഡ്സ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് കസ്റ്റമൈസ്ഡ് ആണ് ആ എയർപോഡ്സ്. ആ എയർപോഡ്സ് ആക്ച്വലി എനിക്ക് പ്രീ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ആച്ചയുടെ വക അയച്ചതായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ ഐഫോണാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇതാണ് ആ ഒരു ഇതിൽ കസ്റ്റമൈസേഷൻ ഉണ്ട് കേട്ടോ. ഇതിലൊരു കിറ്റി ഉണ്ട്, ക്യൂട്ടായിട്ടുള്ള ഒരു കിറ്റി ഉണ്ട്. അപ്പോൾ പൂച്ചയാണ്. അപ്പോൾ ഇത് അവൻ്റെ പ്രീ ബർത്ത്ഡേ ഗിഫ്റ്റാണ്. അഫ്കോഴ്സ് കുറേയധികം ഗിഫ്റ്റുകൾ പ്രീ ബർത്ത്ഡേ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കൊച്ചിയിൽ വെച്ചിട്ട് എനിക്കൊരു ബൊക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഐ വാസ് സോ ഹാപ്പി. സത്യം പറഞ്ഞാൽ ഈ പ്രീ ബർത്ത്ഡേ ഗിഫ്റ്റ് എന്നൊക്കെ പറയുന്ന സമ്പ്രദായം നല്ല രസമുണ്ട് കേട്ടോ, സീരിയസ്ലി. പക്ഷേ എനിക്ക് എന്താ പറയുക, ഭയങ്കര മെമ്മറബിളായിട്ട് തോന്നി, ഭയങ്കര ഗ്രേറ്റ്ഫുള്ളായിട്ട് തോന്നി, സീരിയസ്ലി. അപ്പോൾ ഈ ഒരു ദിവസം എങ്ങനെയൊക്കെ ടേൺ ഔട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ബട്ട് ബിഫോർ ദാറ്റ് എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇന്ന് 20th ഡിസംബറാണ്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ മകമാണ്, എൻ്റെ നാളാണ്. അപ്പോൾ ഇന്ന് രാവിലെ എനിക്ക് രണ്ടുപേരും ഒരു ബർത്ത്ഡേ വിഷസ് അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിയിരിക്കുകയാണ്. കാരണം എനിക്കറിയില്ലായിരുന്നു ഇന്ന് എൻ്റെ നാളായിരുന്നു എന്നുള്ളത്. ഞാൻ വിചാരിച്ചത് ഈ ബർത്ത്ഡേയും അതേപോലെ തന്നെ പിറന്നാളും കൂടി ഒന്നിച്ച് വരുന്നതാണല്ലോ ഉണ്ട് എൻ്റെ ബർത്ത്ഡേ. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ 21st രണ്ടും കൂടി വരിക എന്നുള്ളൊരു മൈൻഡായിരുന്നു. പക്ഷെ അങ്ങനെയല്ലായിരുന്നു ഗൈസ്. അത് ഇങ്ങനെ എന്തോ പകുതി അങ്ങനെ എന്തോ ആണ്. അപ്പോൾ എനിക്ക് രാവിലെ ദേവനും അതേപോലെ തന്നെ എൻ്റെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ജൂനിയറായിട്ട് പഠിച്ചിരുന്ന ആര്യ എന്ന് പറയുന്ന കുട്ടി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. സോ സീരിയസ്ലി എനിക്ക് ഈ സ്മോൾ തിങ്സൊക്കെ ഭയങ്കരമായിട്ട് മാറ്റർ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു കുഞ്ഞ് നിങ്ങളിങ്ങനെ വിഷസ് അയക്കാനും സ്റ്റാറ്റസ് അല്ലെങ്കിൽ സ്റ്റോറി അല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾ ആ ഒരു മിനിറ്റ് എനിക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുമ്പോൾ തന്നെ ഐ വാസ് സോ ഹാപ്പി. അതെങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കണം എന്നുള്ളത് എനിക്കറിയില്ല, പക്ഷേ ഐ വാസ് സോ ഹാപ്പി. അപ്പോൾ ഓൾറെഡി ഇതൊക്കെയാണ് നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനിയും നമുക്ക് ഇന്നെന്താ നടക്കാൻ പോകണമെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ സമയം 8:30 ആയി. ഇതിപ്പോൾ ഞാൻ എടുക്കുന്നത് 20th ഡിസംബറാണ്. 21st എൻ്റെ ബർത്ത്ഡേ. അപ്പോൾ ആ സമയത്ത് എന്തൊക്കെ മെമ്മറീസ് വരുന്നു അതൊക്കെ നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നതായിരിക്കും. എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ ഈ ഒരു ബർത്ത്ഡേ എനിക്ക് അത്രത്തോളം ഭയങ്കരമായിട്ട് അടിപൊളിയാക്കണം അങ്ങനെയുള്ളൊരു മൈൻഡൊന്നുമില്ല. പീസ്ഫുള്ളായിരിക്കണം, ദാറ്റ്സ് ഇറ്റ്. അതിനപ്പുറത്തേക്കൊന്നും വേണമെന്നില്ല. ഒരു സമാധാനം ഉണ്ടാവണം, സന്തോഷം ഉണ്ടാവണം, ദാറ്റ്സ് ഇനഫ്. അത്രേ ഉള്ളൂ. ആര് വിഷ് ചെയ്താലും വിഷ് ചെയ്തില്ലെങ്കിലും
എന്താ പറയുക, സമാധാനമാണ് അൾട്ടിമേറ്റ്. അപ്പോൾ എനിക്ക് ഈ ഒരു ബർത്ത്ഡേ ഐ നീഡ് ദാറ്റ് പീസ്ഫുൾ തിങ്സ്, മാറ്റേഴ്സ് ദാറ്റ് എ ലോട്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ. ഇപ്പഴാ കേക്ക് കാണുന്നത്. Professional videography. Come on. ഇല്ല പറ്റത്തില്ല. അതെനിക്കാ, അതെന്റെ അതൊന്നും തരാൻ പറ്റത്തില്ല. ഷിറ്റ്.